ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. എന്തൊക്കെയുണ്ട് ജയ വീട്ടിലെ വിശേഷങ്ങൾ എന്നിങ്ങനെ അംബിക ചോദിക്കുമ്പോൾ ജയൻ ചോദിക്കുക, അതെ എൻ്റെ ഭാര്യ വീട്ടിലെ വിശേഷങ്ങളാണോ ചോദിച്ചത്? അയ്യോ, അതൊന്നും പറയാതിരിക്കുന്നതാ എൻ്റെ മേഡം നല്ലത്. അതെന്താ ജയ, പറ ജയ. ജയൻ ഇന്നു മുതലേ എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റാ, അതുകൊണ്ട് എല്ലാ കാര്യവും എന്നോട് തുറന്നു പറയണം. സത്യം പറഞ്ഞാൽ മേഡം, ഞാനൊരു കാരാഗ്രഹത്തിലാണ് ജീവിക്കുന്നത്. അത് കേട്ടിട്ട് ദീപക് ചോദിക്കുക, അതെന്താ ജയ, താൻ ഒരു സാഹിത്യകാരനാണോ? താൻ കാരാഗ്രഹം എന്നൊക്കെ പറയുന്നു. അതെ, പണ്ട് ഞാൻ 2-3 നോവലൊക്കെ എഴുതിയിട്ടുണ്ട്, കേട്ടിട്ടില്ലേ? പാട്ടവിളക്ക്, വടിവെക്കാത്തവർ കൊട വെക്കുന്നിടത്ത്. പിന്നെ ചെമ്മീൻ എന്ന ആ നോവലിന് എതിരാളിയായിട്ട് ഞാൻ എഴുതിയത് എന്തുവാണെന്നറിയോ? കൊഴിയാള എന്ന നോവലാണ്. അയ്യോ മതി ജയ, വീട്ടിലെ കാര്യങ്ങൾ പറ, സാഹിത്യമൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് അംബിക ചോദിക്കുവാണ്. വീട്ടിലെ കാര്യത്തെക്കുറിച്ച് എന്തു പറയാനാ മേഡം? അവിടെ എൻ്റെ അളിയൻ്റെ ഭാര്യയുടെയും ഭരണമല്ലേ നടക്കുന്നത്. ഞാൻ പറയുന്നത് കൊണ്ട് മേഡത്തിന് ഒന്നും തോന്നരുത്. ആ ഋതിക മേഡത്തിൻ്റെ ഭരണം കൊണ്ട് പൊറുതി മുട്ടി. ഋതിയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയോടെ അംബിക ചോദിക്കുന്നു, അതിന് അവളെന്ത് ചെയ്തു? അതെ, പുത്തനച്ചിയുടെ പെരപ്പറം തൂക്കൽ മൊത്തം ഭരണമാണ് മേഡം, ഒരു രക്ഷയില്ല. ഞാൻ ഇന്നലെ ഒരു ഇത്തിരി കള്ളു കുടിച്ചു മേഡം. അതിൻ്റെ പേരിൽ ഋതിക മേഡം എന്തുവാ ചെയ്തതെന്നറിയോ? പ്രിയയെ കൊണ്ട് എന്നെ തല്ലിപ്പിച്ച്. അപ്പോൾ തന്നെ ജയ, നീ അവിടെ കാരണം നോക്കി 2 പൊട്ടിക്കാൻ വയ്യായിരുന്നു. അതെങ്ങനെയാ മേഡം, നാത്തൂനായി പോയില്ലേ? അത് മാത്രമാണോ? പെണ്ണുങ്ങളെ തല്ലിയ പിന്നെ കേസ് വേറെയാ. അംബിക പറയേ, അതെന്തു ആയാലും ശരി തന്നെ, അവളുടെ അഹങ്കാരം അവസാനിപ്പിക്കണം. അതിനുവേണ്ടി ജയൻ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. അത് കേട്ട് ജയൻ വളരെ സന്തോഷത്തോടെ താങ്ക് യു മേഡം എന്നൊക്കെ പറയുന്നുണ്ട്. ഋതിക അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള അപ്പോഴപ്പോൾ ജയൻ എന്നെ അറിയിക്കണം, ഒരു സ്പൈ വർക്ക് പോലെ. അതാണ് ജയൻ്റെ മെയിൻ ജോലി എന്നൊക്കെ അംബിക ഇങ്ങനെ പറയുന്നുണ്ട് ജയനോട്. അംബിക പെട്ടെന്ന് ദീപക്കിനെ നോക്കിയത് ചിരിച്ചോണ്ട് പറയുന്നു, മോനെ ബാഗ് ഇഞ്ഞെടുത്തോണ്ട് വാ. അംബിക അങ്ങനെ പറയുമ്പോൾ ദീപക്കൻ ചിരിച്ചോണ്ട് അകത്ത് പോയി ബാഗിനകത്ത് അവിടെ റിവോൾവറും കുറച്ച് ഫയലും ഒക്കെ വെച്ചുകൊണ്ട് എടുത്തോണ്ട് വരുന്നുണ്ട്. ദൈവമേ, ബാഗൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. ഇനി വല്ല കള്ളനോട്ടും കടത്തൽ വല്ലതും ആണോ എൻ്റെ ജോലി എന്നിങ്ങനെ ജയൻ ആലോചിക്കുവാണ്. അങ്ങനെ ബാഗ് ദീപക്കിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ജയൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് അംബിക പറയുക, ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകളാണ്, വളരെയധികം സൂക്ഷിച്ചോണം. ഇത് അടുത്ത ദിവസം തന്നെ ഓഡിറ്ററെ കാണിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ഫയലെല്ലാം ജയൻ്റെ വീട്ടിൽ തന്നെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചോ എന്നൊക്കെ പറയുമ്പോൾ ജയൻ ഇതൊന്നും അറിയാതെ സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ടങ്ങ് പോവുകയാണ്. അംബികയും മോനും ജയൻ പോകുന്ന നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം ഋതിക അടുക്കളയിൽ എന്തൊക്കെയോ ജോലി ചെയ്യുവാണ്. പ്രിയ അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, ആഹാ, ഋതുമോൾ അടുക്കളയിൽ വലിയ ജോലിയിലാണല്ലോ. ഈ അടുക്കള ജോലിയൊക്കെ ചെയ്യുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് പ്രിയേച്ചി. അപ്പോൾ പ്രിയ പറയുക, സത്യം പറഞ്ഞാൽ ഈ പാചകം എന്ന് പറയുന്നത് തന്നെ ഒരു കല കൂടിയാണ്. എൻ്റെ അമ്മ ഈ പാചകത്തിൽ വലിയ ഒരു കലാകാരിയാണ് എന്ന് പറയുമ്പോൾ ഋതിക പറയാം, ഞാനിതൊക്കെ പഠിച്ചത് രാധമ്മയിൽ നിന്നാണ് പ്രിയേച്ചി. ഇപ്പോഴല്ല പ്രിയേച്ചി, നേരത്തെ. പക്ഷെ എന്തു ചെയ്യാനാ മോളെ, അമ്മ ഇപ്പോൾ എതിരായി പോയില്ലേ? അതൊക്കെ സാരമില്ല പ്രിയേച്ചി, രാധമ്മയുടെ എതിരൊക്കെ നമുക്ക് പതുക്കെ മാറ്റിയെടുക്കാം. പിന്നെ ഋതികെ, ഞാനൊരു താങ്ക്സ് പറയാൻ കൂടി ഇങ്ങോട്ട് വന്നത്. താങ്ക്സോ? എന്തിനാ പ്രിയേച്ചി? ഇന്നലെ ജയേട്ടനെ കൈകാര്യം ചെയ്യാൻ ഒരു ധൈര്യം തന്നതിന്. അയ്യോ എൻ്റെ പ്രിയേച്ചി, ഞാൻ ധൈര്യം തന്നോന്ന് കരുതിയേ എന്നും കയറി ജയേട്ടനെ കൈകാര്യം ചെയ്ത് കളയല്ലേ. ജയേട്ടനൊരു പാവമാ, നല്ലവനുമാ. കള്ളു കുടിച്ച് നശിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതായിട്ട് കരുതിയാൽ മാത്രം മതി. സത്യത്തിൽ ജയേട്ടനെ അങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞതിൽ എനിക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ജയേട്ടനെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ ഇതൊക്കെ പറ്റൂ പ്രിയേച്ചി. അപ്പോൾ ഋതിക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല നോളജ് ഉണ്ടല്ലേ? അയ്യോ എൻ്റെ പ്രിയേച്ചി, എനിക്കിതിനെക്കുറിച്ചൊന്നും യാതൊരു നോളജും ഇല്ല. ഭർത്താവിനെ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്ത് യാതൊരു എക്സ്പീരിയൻസും എനിക്കില്ല. പിന്നെ ഒരു കോമൺ സെൻസ്, അത്ര മാത്രമേ ഉള്ളൂ പ്രിയേച്ചി. പ്രിയ പറയുക, പിന്നെ രാജുവിനെ കള്ളെന്ന് കേട്ടാലേ കലിയ. കള്ള് കുടിക്കുന്നവരെ കണ്ടാൽ പിന്നെ രാജു വെളിച്ചപ്പാടാ. ഒരല്പം ബിയറെങ്ങാനും രാജു കുടിച്ചിട്ടുണ്ടെങ്കിൽ രാജു അപ്പം തന്നെ ബോധം കെടും. അപ്പോഴങ്ങോട്ട് രാധമ്മ വരുന്നത് പ്രിയ കാണുന്നുണ്ട്. പെട്ടെന്ന് പ്രിയയ്ക്ക് അങ്ങ് ടെൻഷന്. അയ്യോ, ഞാനും ഋതിയും വലിയ കമ്പനിയാണെന്ന് അമ്മ മനസ്സിലാക്കിയാൽ ഇപ്പം നല്ല വഴക്കുണ്ടാക്കുമല്ലോ എന്നിങ്ങനെ പേടിച്ച് നിൽക്കുവാണ് പ്രിയ. രാധമ്മ അടുക്കളയിലോട്ട് വന്നിട്ട് നോക്കിയിട്ട് ഇത് വേവിക്കാൻ വെച്ചോ, നല്ല കാര്യം. ഇനി അല്പം തേങ്ങാ ചമ്മന്തി അരയ്ക്കണം, പിന്നെ മുട്ടയും പൊരിക്കണം, ഇനി അതിന് തേങ്ങാ തിരുങ്ങണമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ പ്രിയ പറയുന്നത്, ഞാൻ തേങ്ങാ തിരുങ്ങാമ്മേ, നീ തേങ്ങാ ചിരകണ്ട, അത് ഋതിക തിരികെ മതി എന്നിങ്ങനെ രാധമ്മ പറയുമ്പോൾ പ്രിയ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഇന്ന് എന്ത് പറ്റിയ അമ്മയ്ക്ക്? ഇന്നൊന്നും മഴക്കൊന്നും പറയുന്നില്ലല്ലോ ഋതികെ. ഞാൻ തേങ്ങ പൊട്ടിച്ചു തരാം എന്നും പറഞ്ഞ് രാധമ്മ തേങ്ങ പൊട്ടിക്കുവാണ്. എന്നിട്ട് ആ തേങ്ങാവെള്ളം അവിടെ വെച്ചിട്ട് പറഞ്ഞ്, ഈ തേങ്ങാവെള്ളം ഇനി ആർക്കാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അവരെടുത്തങ്ങ് കുടിച്ചോ എന്ന് പറയുന്നുണ്ട് രാധമ്മ. ഞാനൊരു വാഴയില വെട്ടിക്കൊണ്ട് വരട്ടെ എന്നും പറഞ്ഞ് രാധമ്മ പുറത്തോട്ട് പോകുമ്പോൾ പ്രിയ ആ തേങ്ങാവെള്ളം എടുത്ത് ഋതികയ്ക്ക് കൊടുക്കുവാണ്. ഋതിക അത് സന്തോഷത്തോടെ മേടിച്ച് കുടിക്കുന്നുണ്ട്.
അല്ല ഋതികെ, നമ്മളിന്ന് സ്നേഹത്തോടെ വർത്തമാനം പറഞ്ഞത് കണ്ടിട്ടേ അമ്മ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പ്രിയ പറയുമ്പോൾ ഋതിക പറയാം, അത് രാധമ്മ മറന്നുപോയി കാണും. എന്നാലേ ഞാൻ തേങ്ങ തിരുകട്ടെ എന്നും പറഞ്ഞ് ഋതിക തേങ്ങ തിരുകുമ്പോൾ പെട്ടെന്ന് അവളുടെ കൈ അങ്ങ് മുറിയുവാണ്. അയ്യോ ഋതുമോളെ, കൈ മുറിഞ്ഞോ? ഒരുപാട് മുറിഞ്ഞോ? അയ്യോ ചോര വരുന്നുണ്ടല്ലോ പ്രിയേച്ചി എന്നും പറഞ്ഞ് വേദനയോടെ ഇങ്ങനെ ഋതിക കരയുന്നുണ്ട്. മോളെ വെള്ളം കുടിക്കും എന്നും പറഞ്ഞ് പ്രിയ പെട്ടെന്ന് വെള്ളം എടുത്ത് ഋതികയ്ക്ക് കൊടുക്കുവാണ്. കുടിക്കുമോളെ, കുറച്ചുകൂടെ കുടിക്കുമോളെ വെള്ളം എന്നും പറഞ്ഞ് വെള്ളം ഇങ്ങനെ കുടിപ്പിക്കുവാണ്. ആ സമയത്ത് രാധമ്മ അകത്തോട്ട് കയറി വരിക. അയ്യോ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ പ്രിയ പറയുന്നു, അയ്യോ ഋതികയുടെ കൈ മുറിഞ്ഞമ്മ, ചോര നിൽക്കുന്നില്ല. പെട്ടെന്ന് ടെൻഷനോടെ രാധമ്മ ഋതികയുടെ കൈക്ക് പിടിച്ചിട്ട്, ഈശ്വര ഒരുപാട് മുറിഞ്ഞു പോയല്ലോ, ദൈവമേ ചോര ഒരുപാട് പോകുന്നുണ്ടല്ലോ, മോളെ ശ്രദ്ധിക്കണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ഋതിയോട് പറയുമ്പോൾ പ്രിയ ഇങ്ങനെ അതിശയത്തോടെ നോക്കി നിൽക്കുക. ഇവരുടെ പിണക്കമൊക്കെ പോയോ? എടി പ്രിയെ, നോക്കി നിൽക്കാതെ ഡെറ്റോളോ എന്തെങ്കിലും എടുത്തോണ്ട് എളുപ്പം വാടി. രാധമ്മ സങ്കടപ്പെട്ടുകൊണ്ട് ഋതികയുടെ കൈയൊക്കെ ഇങ്ങനെ കഴുകി കൊടുത്തിട്ട് പറയുന്നു, മോൾക്ക് ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാനിതൊക്കെ ചെയ്യിപ്പിച്ചത്. ഇനി മേലാൽ മോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല രാധമ്മ എന്നിങ്ങനെ ഋതിക പറയുവാണ്. അപ്പോൾ രാധമ്മ പറയാ, മോൾക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ എനിക്ക് കുഴപ്പമുണ്ട്. എൻ്റെ മോളുടെ കൈ മുറിയുമ്പോൾ എനിക്ക് എന്ത് സങ്കടം ഉണ്ടായെന്ന് അറിയാവോ? അപ്പോൾ പ്രിയ ബാൻഡേജൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്നും പറഞ്ഞ് പ്രിയയുടെ കയ്യിൽ നിന്ന് എളുപ്പം വാങ്ങിയിട്ട് ഋതികയുടെ കൈയൊക്കെ ക്ലീൻ ചെയ്ത് മരുന്നൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടുവാണ് രാധമ്മ. വളരെ സ്നേഹവും വാത്സല്യത്തോടുകൂടി സങ്കടത്തോടെ രാധമ്മ ചോദിക്കുന്നു, വേദനയുണ്ടോ മോളെ? ഇല്ല രാധമ്മ, കുഴപ്പമില്ല. ഇനി ഈ കൈമുറിയുന്ന പണികളൊന്നും എൻ്റെ മോള് ചെയ്യണ്ട എന്നൊക്കെ പറയുമ്പോൾ ഋതിക ശ്രദ്ധിക്കുന്നുണ്ട്. പ്രിയ ഇങ്ങനെ അതിശയത്തോടെ ഇങ്ങനെ അവരെ രണ്ടുപേരെ നോക്കി നിൽക്കുന്നത്. ഋതികയുടെ കൈയൊക്കെ ഇങ്ങനെ ബാൻഡേജ് ഇട്ട് കെട്ടിയിട്ട് സ്നേഹത്തോടുകൂടി ഋതികയെ കെട്ടിപ്പിടിച്ചിങ്ങനെ ചുംബിക്കുവാണ് നെറുകയിൽ രാധമ്മ. ഇതൊക്കെ കണ്ട് വിശ്വസിക്കാനാകാതെ പ്രിയ ചിരിച്ചോണ്ട് ചോദിക്കുന്നു, അല്ല നിങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ തീർന്നോ? അപ്പോൾ രാധമ്മ പുഞ്ചിരിച്ചോണ്ട് പറയുക, ഞങ്ങളുടെ വഴക്കൊക്കെ എന്നേ തീർന്നു, ഇതിപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ രാധമ്മയും ഋതികയും കൂടെ പ്രിയയെ നോക്കി പൊട്ടിച്ചിരിക്കുവാണ്. അപ്പോൾ പ്രിയ പറയാം, അപ്പോൾ ഇത്രയും ദിവസം നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ ഒരു മണ്ടിയാക്കുമായിരുന്നു അല്ലേ? അല്ല, എന്നാ നിങ്ങളുടെ വഴക്ക് മാറിയത് അതൊന്ന് പറഞ്ഞേ. അപ്പോൾ രാധമ്മ പറയാം, അതേ രാജുമോൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അങ്ങനെ അന്ന് ക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ രാധമ്മ പ്രിയോട് പറയുവാണ്. അതെല്ലാം കേട്ട് ചിരിച്ചോണ്ട് പ്രിയ പറയാം, അപ്പം ഞാനും എൻ്റെ ജയേട്ടനും എൻ്റെ അമ്മായിയമ്മയും ഒന്നൊന്നര പമ്പര വിഡ്ഢികൾ. പ്രിയ അങ്ങനെ പറഞ്ഞത് കേട്ട് രാധമ്മ ചിരിച്ചോണ്ട് പറയാം, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ ആ വാഴയില ഇങ്ങോട്ട് വാട്ടിക്കേ എന്നും പറഞ്ഞ് വാഴയിലോട്ട് പൊതിച്ചോറ് വിളമ്പുവാണ് രാധമ്മ. അങ്ങനെ സന്തോഷത്തോടെ ഋതികയും പ്രിയയും ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അതൊക്കെ അങ്ങനെ പൊതിച്ചോറും ഒക്കെ കെട്ടിക്കൊണ്ട് ശ്രീലക്ഷ്മിയെ കാണാൻ വേണ്ടി വരികയാണ് രാധമ്മയും പ്രിയയും ഋതികയും കൂടി. രാധമ്മ ശ്രീലക്ഷ്മിയോട് ചോദിക്കും, ഇത് ഏത് സ്ഥലമാണ് മോളെ? ഇതേ ലതച്ചേച്ചിയുടെ വീടിൻ്റെ പുറകുവശമാണ് അമ്മേ. വീട്ടിലോട്ട് നിങ്ങൾ വരില്ലെന്നറിഞ്ഞപ്പോൾ ലതച്ചേച്ചിയാ പറഞ്ഞ് ഇവിടെ വന്നിരിക്കാനെന്ന്. അമ്മ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് അവിടെ സ്റ്റെപ്പിൽ ഇരിക്കുവാണ് ശ്രീലക്ഷ്മിയും രാധമ്മയും കൂടി. രാധമ്മ ഒരുമാതിരി വെപ്രാളത്തോടെ ചോദിക്കുന്നു, ഹരീഷ് ഇപ്പോഴെങ്ങാനും വരുമോ മോളെ? ഇല്ലമ്മേ, ഇപ്പോഴെങ്ങും വരുത്തില്ല. അഥവാ വന്നാലും ലതച്ചേച്ചിയുടെ വീട്ടിലോട്ടേ വരത്തുള്ളൂ. കോളിംഗ് ബെല്ല് കേൾക്കുമ്പോഴേക്കും ലതച്ചേച്ചി ഓടി വന്ന് വിളിക്കും. അങ്ങനെ രാധമ്മ തയ്യാറാക്കിക്കൊണ്ടുവന്ന പൊതിച്ചോറ് ഇങ്ങനെ സ്നേഹത്തോടെ വാരി കൊടുക്കുവാണ് ശ്രീമോക്ക്. ശ്രീലക്ഷ്മി അത് സന്തോഷത്തോടെ കഴിക്കുന്ന കണ്ടുകൊണ്ട് രാധമ്മ ചോദിക്കുന്നു, എങ്ങനെയുണ്ട് മോളെ? നന്നായിട്ടുണ്ടമ്മേ. പ്രിയ അപ്പോൾ ചോദിക്കുന്നു, ആ രുക്മിണി ആൻറ്റി വിളിക്കുകയോ പറയുകയോ വല്ലതും ചെയ്തോ മോളെ? ഇല്ല എന്നിങ്ങനെ ശ്രീലക്ഷ്മി പറയുമ്പോൾ, എന്നിട്ട് പിന്നെ രുക്മിണി ആൻറ്റി എന്തിനാ നമ്മുടെ വീട്ടിൽ വന്ന് ആ ലോകിയൊക്കെ കൂടിയത്? അപ്പോൾ രാധമ്മ പറയുന്നു, അതൊക്കെ അങ്ങ് മറന്നേരെ, ഈ സമയത്ത് എൻ്റെ കുഞ്ഞിന് നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടമേ എനിക്കുള്ളൂ. അങ്ങനെ വാത്സല്യത്തോടെ രാധമ്മ ഇങ്ങനെ ഭക്ഷണം വാരി ഊട്ടുകയാണ് ശ്രീലക്ഷ്മി. നന്നായിട്ട് കഴിക്കുമ്പോളെ, ലക്ഷണമൊക്കെ കണ്ടിട്ട് ആൺകുട്ടിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ പ്രിയ പറയുന്നത്, ഏയ് ആൺകുട്ടിയൊന്നും അല്ല, പെൺകുട്ടിയാ. അപ്പോഴത് നിനക്കെങ്ങനെ അറിയാം എന്നിങ്ങനെ രാധമ്മ ചോദിക്കുമ്പോൾ പ്രിയ പറയാം, എൻ്റെ മനസ്സ് പറയുന്നു ഇത് പെൺകുട്ടിയാണെന്ന്. ഓ പിന്നെ നിന്റെ മനസ്സ് പറയുന്നു ഇത് ആൺകുട്ടി തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറയുവാണ് രാധമ്മ. അയ്യോ രാധമ്മയും പ്രിയ ചേച്ചിയും ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു തർക്കം വേണ്ട, ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്തോ ആയിക്കോട്ടെ എന്നിങ്ങനെ ഋതിക പറയുവാണ്. എന്നിട്ട് ഋതിക പറയുന്നു, നമുക്കൊരു സെൽഫി എടുത്താലോ? ഓ അതൊരു നല്ല കാര്യമാണ് എന്നിങ്ങനെ പ്രിയ പറയുന്നു. പ്രിയ ചേച്ചി ആ ഫോൺ ഇങ്ങോട്ട് തന്നെ. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ നിൽക്കുന്ന ആ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് ഋതിക. ഈ സമയം പ്രതാപൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ജയൻ അവൻ്റെ കയ്യിലെ ബാഗുമൊക്കെ ആയിട്ടാണ് വരുന്നത്. അവൻ നോക്കുമ്പോൾ വാതക്കൽ ഒരു പോലീസ് ജീപ്പും ഒരു കോൺസ്റ്റബിളും നിൽക്കുന്നു. പോലീസും വണ്ടിയൊക്കെ കണ്ടപ്പോൾ ജയനൊരു അന്താളിപ്പ്. മന്ത്രിയും അളിയനും പുറത്തു പോയല്ലോ, പിന്നെന്താ ഇപ്പോൾ പോലീസ് ജീപ്പും പോലീസുകാരനൊക്കെ ഇവിടെ നിൽക്കുന്നത്? അംബിക മേഡത്തിനാണെങ്കിൽ ഋതിക മേഡത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ കട്ട കലിപ്പാണ്.
ഇനി ഹൃദയ മേഡത്തെ കൊല്ലുന്നതിന് വേണ്ടി ഈ ബാഗിനകത്ത് ബോംബോ വല്ലതും വെച്ച് തന്നതാണോ? ആരെ ഒന്നിനെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ജയൻ ആ ബാഗിനകത്തിട്ട് കൈയിട്ട് തപ്പി നോക്കുന്നുണ്ട്. അപ്പോഴതിനകത്തൊരു റിവോൾവറാണ് കാണുന്നത്. ഈശ്വര, ആ തോക്ക്, ഞാൻ കുടുങ്ങി എന്നും പറഞ്ഞ് വിറച്ച് നിൽക്കുവാണ് ജയൻ അവിടെ. ജയനെ തന്നെ നോക്കി നിൽക്കുവാണ് ആ കോൺസ്റ്റബിളും. എന്തിനാ ഇവനിങ്ങനെ വിറച്ച് നിൽക്കുന്നത്? കണ്ടിട്ടൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. ഡോ, താനിങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് കോൺസ്റ്റബിൾ ജയനെ വിളിക്കുന്നുണ്ട്. എന്താടാ നീ നിന്ന് വിയർക്കുന്നത്? അത് സാറേ, വല്ലാത്ത ഉഷ്ണം. അതേടാ, ഉഷ്ണിക്കും. നിന്നെ കണ്ടാലൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അയ്യോ സാറേ, ഞാൻ കള്ളനൊന്നും അല്ല. ഞാൻ ഇവിടുത്തെ അംബിക മേഡത്തിൻ്റെ PA ആണ്. മന്ത്രി വർമ്മ സാറിൻ്റെ PA രാജുവിൻ്റെ അളിയനാണ് ഞാൻ. അപ്പോഴവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സെക്യൂരിറ്റി ഓടി വന്ന് പറയുന്നുണ്ട്, സാറേ ഇയാൾ പറയുന്നത് ശരിയാണ്, ഇയാൾ വർമ്മ സാറിൻ്റെ ഒരു ബന്ധുവാണ്. എന്നാൽ സെക്യൂരിറ്റി അങ്ങനെ കോൺസ്റ്റബിളിനോട് പറയുവാണ്. അപ്പോഴാ കോൺസ്റ്റബിൾ ജയനോട് ചോദിക്കുക, പിന്നെ താനെന്തിനാടോ നിന്ന് വിറച്ചത്? അത് സാറേ, ഈ കാക്കി കാണുമ്പം തന്നെ എനിക്കൊരു പേടിയാണ്. ഇനി താൻ പൊയ്ക്കോ എന്നിങ്ങനെ കോൺസ്റ്റബിൾ പറയുമ്പോൾ പെട്ടെന്ന് ജയൻ അങ്ങ് നടന്നു പോവാ. പുറമോട്ട് തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ പറയാൻ, ദൈവമേ രക്ഷപ്പെട്ടു. ജയൻ അങ്ങനെ അംബിക കൊടുത്തിയ ബാഗുമായിട്ട് നേരെ രാജുവിൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഗേറ്റിൻ്റെ അടുത്ത് വന്നിട്ട് ചുറ്റും നോക്കുന്നുണ്ട്, ആരെങ്കിലും ഉണ്ടോ? ആ ദൈവമേ, ആരുമില്ല എന്നും പറഞ്ഞ് ജയൻ അകത്തോട്ട് വരുവാണ്. ഈ തോക്ക് സമാധാനമായിട്ട് എവിടെങ്കിലും ഒന്ന് ഒളിപ്പിക്കണമല്ലോ എന്നും പറഞ്ഞ് ജയൻ ഇങ്ങനെ ചുറ്റും നോക്കുവാണ്. പെട്ടെന്ന് ജയൻ റൂമിലോട്ട് കയറി വാതിലങ്ങ് അടച്ച് എന്നിട്ട് നോക്കുവാണ് എവിടാ വെക്കേണ്ടത്. അപ്പോൾ വെളിയിലൊരു ഓലമടൽ വീഴുന്നുണ്ട്. ജയൻ അത് കണ്ടങ്ങ് പേടിച്ചിട്ട് നോക്കുമ്പോൾ ഓലമടലേക്ക് വീഴാൻ പറ്റിയ ഒരു നേരം. ഈ ബാഗിനകത്തൊരു തോക്കാണല്ലോ, എന്തായാലും ഒന്ന് നോക്കിക്കളെ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഓട്ടോറിക്ഷയിൽ രാധമ്മയും പ്രിയയും ഹൃദയയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ജയൻ ഇങ്ങനെ ജനലിൽ കൂടെ അവരെ നോക്കുവാണ്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, ജയേട്ടൻ വന്നെന്നാ തോന്നുന്നത്, വാ മോളെ എന്നും പറഞ്ഞ് രാധമ്മ ഇങ്ങനെ ഹൃദയം കൂട്ടിക്കൊണ്ട് അവർ 3 പേരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. അവരങ്ങോട്ട് വരുന്ന കണ്ട് ജയൻ ആകെ ടെൻഷനായി. ദൈവമേ, ഇത് എവിടെയാണെന്ന് ഒളിപ്പിക്കുന്നത്? പെട്ടെന്ന് അവൻ അലമാരി കണ്ട്, അലമാരി എങ്കിൽ അലമാരി എന്നും പറഞ്ഞ് അതിനകത്തോട്ട് പെട്ടെന്ന് വെക്കുവാണ്. ജയേട്ടാന്നും പറഞ്ഞ് വാതിൽ തട്ടി പ്രിയ വിളിക്കുവാണ്. അങ്ങനെ ടെൻഷനോടി പെട്ടെന്ന് ജയൻ വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. ജയേട്ടൻ ഇതെപ്പോൾ വന്നു എന്നിങ്ങനെ പ്രിയ ചോദിക്കുമ്പോൾ ജയൻ ഒന്ന് പരുങ്ങുന്നുണ്ട്. ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. ജയേട്ടൻ ഇത് എന്ത് പറ്റി എന്നിങ്ങനെ പ്രിയ ചോദിക്കുമ്പോൾ ജയൻ പറഞ്ഞു, ഏയ് ഒന്നുമില്ല, ഈ നടന്നു വരുന്ന കാരണം തലയ്ക്കകത്തൊരു പെരുപ്പ്. അത് തന്നെയാണോ ജയേട്ട, അതോ വാട്ടീസോ എല്ലാം കുടിച്ചിട്ടുണ്ടോ? വാട്ടീസോ എന്നിങ്ങനെ ജയൻ ചോദിക്കുമ്പോൾ പ്രിയ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്, മദ്യം കുടിച്ചതാണോ എന്ന്. ഏയ് ഞാൻ അങ്ങനെയൊന്നും കുടിച്ചിട്ടില്ല, മാന്യന്മാരോട്ട് ഇടപെടുന്നതല്ലേ എന്ന് പറയുമ്പോൾ പ്രിയ പറയാം, അങ്ങനെയാണെങ്കിൽ ഒന്ന് ഊതിക്കേ. ഇതെന്താ പ്രിയ, നീ വനിതാ പോലീസോ? അതൊന്നും പറ്റില്ല, ജയേട്ടനൊന്ന് ഊതിക്കേ എന്ന് പറയുമ്പോൾ ജയൻ ഊതുന്നുണ്ട്. അപ്പോൾ സ്മെല്ലൊന്നും വരുന്നില്ല. അപ്പോൾ പ്രിയയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. പക്ഷേ ജയൻ്റെ അന്ന് ഇപ്പം പടുതിയും കണ്ടിട്ട് പ്രിയ മനസ്സിൽ പറയുന്നത്, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അങ്ങനെ വൈകുന്നേരമായി രാജുവും ഹൃദയയും കൂടെ ഇങ്ങനെ ബൈക്കിൽ വളരെ സന്തോഷത്തോടെ എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചൊക്കെയാണ് വരുന്നത്. ഹൃദയ എന്നിട്ട് രാജുവിനോട് ചോദിക്കുന്നു, രാജു ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ചായക്കട കാണുമോ? എനിക്കൊരു ചായ കുടിക്കണമായിരുന്നു. അതിന് മേഡം, ഇവിടെയൊക്കെ ചെറിയ ചെറിയ തട്ടുകടകളാണ് ഉള്ളത്. അതിനെന്താ രാജു, തട്ടുകടയെല്ലാം ചായ കുടിച്ചാൽ പറ്റില്ലേ? അപ്പോൾ രാജു പറയും, അതുകൊണ്ടൊന്നും അല്ല മേഡം, മേഡം കോടാനുകോടികളുടെ ഉടമസ്ഥയല്ലേ, ഈ ലോക്കൽ കടയിലൊക്കെ കയറി ചായ കുടിക്കുമോ? അതെന്താ രാജു ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ കളിയാക്കുവാണോ എന്നൊക്കെ സ്നേഹത്തോടെ ചിരിച്ച് ചോദിക്കുന്നുണ്ട് ഹൃദിക. അങ്ങനെ രാത്രിയിൽ അവരൊരു തട്ടുകടയുടെ മുന്നിൽ വന്ന് നിൽക്കുവാണ്. അവിടുന്ന് ചായ മേടിച്ച് 2 പേരും കുടിക്കുന്നുണ്ട്. ഹൃദികയുടെ ആ സന്തോഷം കണ്ടിട്ട് രാജു പറയുക, മേഡം പുറത്തിറങ്ങിയ വലിയ ഹാപ്പിയാണല്ലോ. പിന്നെ മേഡം വേറെ ഒരാൾ തന്നെയാണ്. അത് കേട്ടിട്ട് ഹൃദിക പറയുക. അത് കേട്ട് ഹൃദിക ചിരിച്ചോണ്ട് പറയാം, അത് ഏതൊരു ഭാര്യ അങ്ങനെയല്ലേ രാജു, ഭർത്താവിനെ തനിക്ക് മാത്രമായിട്ട് ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. അത് കേട്ട് രാജു ചോദിക്കുന്നു, മേഡം ഇപ്പോഴും ടെൻഷനോടെ തന്നെയാണ് അവിടെ കഴിയുന്നത് അല്ലേ? എൻ്റെ അമ്മയുടെ പിണക്കമൊക്കെ മാറിയെങ്കിലും എൻ്റെ സിസ്റ്റേഴ്സ് ഇപ്പോഴും പിണക്കം തന്നെയാണല്ലോ മേഡത്തിനോട്. രാജു അങ്ങനെ പറഞ്ഞത് കേട്ട് ഹൃദിക പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് കയ്യിൽ നിന്ന് ആ മൊബൈൽ എടുത്ത് ആ സെൽഫി അങ്ങോട്ട് കാണിക്കുവാണ്. രാജു അത് കണ്ടിട്ട് വിശ്വസിക്കാനാകാതെ, അയ്യോ മേഡം, ഇത് എപ്പോൾ സംഭവിച്ചു? അതൊക്കെ നടന്നു രാജു, അവരുടെ പിണക്കമൊക്കെ മാറി, ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒന്നാ രാജു എന്ന് പറയുമ്പോൾ രാജുവിന് വലിയ സന്തോഷമാവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഹൃദികയും രാധമ്മയും പ്രിയയും ശ്രീലക്ഷ്മിയും എല്ലാവരും ഒന്നായി കഴിഞ്ഞ് അവർ വളരെ സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ വലിയൊരു ഭൂകമ്പം തന്നെ നടക്കാൻ പോവാണ്. എന്ന് വെച്ചാൽ അംബിക കൊടുത്ത തോക്ക് ജയൻ ആ വീട്ടിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. ഏത് സമയം വേണമെങ്കിലും അംബിക ജയനെ ഒറ്റ കൊടുക്കുകയും ചെയ്യും. പോലീസ് വരും, ആകെ പ്രശ്നം അവിടെ ഉണ്ടാകുകയും ചെയ്യും. ഒരു പക്ഷേ അതിന് മുമ്പ് തന്നെ ഹൃദിക അത് കണ്ടുപിടിച്ച് ജയനെ രക്ഷിക്കുമോ എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.